Welcome to Garam Masala, the magic spices of cooking. ഗ്രീൻ പീസ് എഗ് ക്രീമി കറി. ഇന്ന് നമുക്ക് ഗ്രീൻ പീസും മുട്ടയും ചേർത്ത് സ്വാദിഷ്ടമായ ഒരു കറി തയ്യാറാക്കിയെടുക്കാം. ഇത് ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഈ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. ഇതിലോട്ട് നമുക്ക് 4 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി, വെളുത്തുള്ളി ഇവ ക്രഷ് ചെയ്തത്, 2 പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഇതിനെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് കൊടുക്കണം. ഇതിനെ കൂടെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഈ പൗഡറിന്റെ റോസ്മെൽ പോകുന്നത് വരെ നമുക്ക് ഇതിനെ വഴറ്റണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി വെന്ത് വരണം. ഇനി ഇതിലോട്ട് ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് ഗ്രീൻ പീസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിനെ 5-6 മണിക്കൂർ സോക്ക് ചെയ്യണം. അതിനുശേഷം വേവിച്ചെടുക്കണം. ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ആണിത്. നമുക്കിതിനെ പാനിലോട്ട് ചേർക്കാം. ഈ ഗ്രീൻ പീസിനെ മസാലയുമായി നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. ഇനി നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഈ കറിയെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലോട്ട് മുട്ടയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനെ പീൽ ചെയ്യാം. ഇങ്ങനെ പീൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയെ നമുക്ക് ഈ ഗ്രീൻ പീസിന്റെ ഗ്രേവിയിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മല്ലിയില, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ഇവ കൂടെ ചേർക്കാം. ഈ കുക്കിംഗ് ക്രീം ഓപ്ഷണൽ ആണ്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.